ഞാൻ ഇന്നലെ അതിവേദന തോന്നിയ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഒരു സീരിയൽ ആക്ട്രസ് അവരുടെ അവസ്ഥ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പേരൊന്നും പറയുന്നത് ഇഷ്ടമല്ല. ഈ യൂട്യൂബിന് അങ്ങനെ ഓപ്ഷൻസ് ഇല്ലേ? ഇപ്പോൾ ഒരാളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ സൂയിസൈഡിലേക്ക് തിരിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള യൂട്യൂബ് പ്ലീസ്. ആൻഡ് അനദർ തിങ് എനിക്ക് ആണുങ്ങളോട് പുരുഷന്മാരോട് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് ഈ ഇടയ്ക്ക് എന്നോട് പറഞ്ഞായിരുന്നു, ഒരു സ്ത്രീ അവരെ അയാളെ വിളിച്ച് എപ്പോഴും കാശ് വെക്കാറുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം അങ്ങനെ അവരുടെ കണ്ടീഷൻസ് ആദ്യം നിങ്ങൾ തിരക്കുക. കാരണം ഒരു ഫാമിലിയിൽ നാലോ അഞ്ചോ മെമ്പേഴ്സ് വരുന്ന ഒരു ഫാമിലിയെ പെട്ടെന്ന് വിട്ടിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഒരു കുട്ടിയെ സംരക്ഷിക്കാൻ പെടുന്ന പാട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അനുഭവിച്ചൂടാ. ഞാനൊക്കെ ഒത്തിരി പ്രാവശ്യം ഓരോരുത്തർ പോയി ഹെൽപ്പ് ചോദിക്കുമ്പോൾ ആരും അനങ്ങിയിട്ട് പോലുമില്ല. ബിക്കോസ് അവർക്ക് ആ വഴി കടന്നു പോയിട്ടില്ല. ആ വഴി കടന്നു പോയിട്ടുള്ളവർ നമ്മളെ സഹായിക്കും. ഏത് വിഷമത്തിൽ നമ്മൾ ചെന്ന് പലരോടും പറയുമ്പോൾ ആർക്കും അത് മനസ്സിലാവില്ല. അത് സൊസൈറ്റിക്ക് സംഭവിക്കുന്നത്. അവർ അതിലൂടെ കടന്നു പോകുന്നില്ല. നിങ്ങൾ ആണുങ്ങളൊന്ന് ചിന്തിക്കാൻ, ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകൾ പുരുഷന്മാരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ, എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നുള്ളത് മറ്റുള്ളവർക്ക് അസൂയയാണോ? കാരണം ഒരുപാട് നേട്ടങ്ങളുണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്, കോട്ടങ്ങളുമുണ്ട്. അപ്പം ഒരു കുട്ടിയെ സംരക്ഷിക്കാൻ പാടുപെടുന്ന ഒരമ്മ ദാരിദ്ര്യ അവസ്ഥയിലാണെങ്കിൽ അതിനർത്ഥം അവർ ചില കോംപ്രമൈസുകൾക്ക് തയ്യാറല്ലെന്നാണ്. അവർ ചില കോംപ്രമൈസുകൾക്ക് തയ്യാറാണെങ്കിൽ, തൻ്റെ ശരീരം പങ്കുവയ്ക്കാൻ തയ്യാറായ അവർക്ക് രക്ഷപ്പെടാം. ആ കോംപ്രമൈസുകൾക്ക് തയ്യാറാകാത്തവരാണ് എന്നും സ്ട്രഗിൾ ചെയ്യുന്നത്. അല്ലാത്തവർ നമുക്കിപ്പം തുണിയില്ലാത്ത ലൈവ് ഇട്ട് നമുക്ക് കാശുണ്ടാക്കാമല്ലോ, വേറെ പല കാര്യങ്ങളും ചെയ്യാം. ഇതിനൊന്നും തയ്യാറാകാത്തവരാണ് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നത്. അവർ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണ്ടേ? അവരെന്തിനാണ് സ്ട്രഗിൾ ചെയ്യുന്നത്? അവരുടെ ശരീരത്തിൻ്റെ ഇപ്പം ഒത്തിരി പേര് സിംഗിളായിട്ടുള്ളവർക്ക് ബിപി, ഷുഗർ, ക്യാൻസർ ഇങ്ങനെയൊക്കെ വന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ആസ് ബീയിങ് എ നേഴ്സ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള അവർക്കൊരു ഷെയറിങ്ങും കെയറിങ്ങും ഇല്ല. ഓക്സിറ്റോക്സിനും സെറട്ടോണിനും ഒക്കെ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ ഇതെല്ലാം സാക്രിഫൈസ് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നെങ്കിൽ ആ സ്ട്രഗിൾസ് നമ്മൾ കാണേണ്ടേ? 1000-ൽ ഒരാൾ അങ്ങനെ ഉണ്ടെങ്കിൽ, ഞാൻ സീരിയൽ ഇൻഡസ്ട്രിക്കാരോട് പറയുന്നത് എനിക്കുള്ളൊരു റിക്വസ്റ്റാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അന്വേഷിച്ച് ചെന്ന്, അവരിലൊക്കെ ഒരു ഇൻസെക്യൂരിറ്റിയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളും കാണും. അപ്പോൾ നമ്മൾ പിന്നെ അവരെ കണ്ടുപിടിച്ച് അവർക്ക് സഹായം ചെയ്യുക വഴി നിങ്ങൾ ദീർഘസുമംഗലികളാകും. നിങ്ങളുടെ ഫാമിലി അങ്ങനെയുള്ളവരെ സഹായിക്കുക വഴി നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ. ഇനി ഞാനിതിങ്ങനെ പറയാം, പല ചാനലുകളും എനിക്ക് ഇൻകം അങ്ങനെയുള്ള ഒരു കാര്യമൊന്നുമല്ല. എനിക്ക് ആ ഷൈനി മരിച്ചപ്പോൾ ഒരുപാട് വേദനിച്ചു. 2 പെൺകുട്ടികളെ പിടിച്ച് ട്രെയിനിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച്. ഇനി അത് ആർക്കും വരരുതേ. നിങ്ങൾ ഉപദ്രവിക്കരുതേ അവരെ. അവർ കുട്ടികൾക്ക് വേണ്ടിയാണ് സ്ട്രഗിൾ ചെയ്യുന്നത്, ഫോർ അവരുടെ ഒരു സുഖത്തിനും വേണ്ടിയിട്ടില്ല. സോ പ്ലീസ്.